So next topic is bond and development length, anchorage for reinforcement bars and curtailment of reinforcement. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് തിയറി ആയിരിക്കും ഈ ഒരു പാർട്ടിലുള്ള തിയറി പോർഷൻസ് ആയിരിക്കും കവർ ചെയ്യുക. So what is basically bond? Bond is the bond between steel and concrete and it is very important and essential. Okay, why? Because ഈ ഒരു ബോണ്ടാണ് സ്റ്റീലിനെയും കോൺക്രീറ്റിനെയും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതർവൈസ് വാട്ട് ഹാപ്പൻ, ഈ ഒരു ബോണ്ട് ഇല്ലെങ്കിൽ, പ്രോപ്പർ ബോണ്ട് ഇല്ലെങ്കിൽ സ്റ്റീൽ മേ സ്ലിപ്പ് അവേ ഫ്രം ദി കോൺക്രീറ്റ്. ഓക്കെ, സോ RCC സ്ട്രക്ചേഴ്സിൽ സ്റ്റീലും കോൺക്രീറ്റും തമ്മിലൊരു ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ they can act as a single unit. So with a perfect bond between them, the plane section of a beam remains plane even after bending. ഈ ഒരു ബോണ്ട് കൊണ്ടാണ് നമ്മൾ പറയുന്നത്, we are taking an assumption that the beam that remains plane after bending, before and after bendingil beam plane ആയിട്ട് തന്നെ remain ചെയ്യുമെന്ന് പറയാനായിട്ടുള്ള reason because we are assuming a perfect bond between them. The length of the member required to develop, അപ്പോൾ ഈ ഒരു ലെങ്ത്, അതായത് ഫുൾ ബോണ്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ആ ലെങ്ത്തിനെയാണ് നമ്മൾ ആൻകറേജ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, so the length of the member required to develop the proper bond or the full bond, that is known as anchorage length. So next is bond stress. അപ്പോൾ ഈ ഒരു ബോണ്ട് കാരണം a shear stress will be developed at the vicinity of ആ ഒരു ഇൻ്റർഫേസിൽ, കോൺക്രീറ്റിൻ്റെയും സ്റ്റീലിൻ്റെയും ഇൻ്റർഫേസിൽ ഒരു ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഈ ഷിയർ സ്ട്രെസ്സിനെയാണ് ദറ്റ് ഷിയർ സ്ട്രെസ് ഡ്യൂ ടു ദിസ് ബോണ്ട് ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്, ദറ്റ് ഈസ് നോൺ ആസ് ബോണ്ട് സ്ട്രെസ്. സോ ദ ബോണ്ട് ഈസ് മെഷേർഡ് ബൈ ബോണ്ട് സ്ട്രെസ്. അപ്പോൾ ബോണ്ട് സ്ട്രെസ് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് ലോക്കൽ ബോണ്ട് സ്ട്രെസ്സും വേറൊന്ന് ആവറേജ് ബോണ്ട് സ്ട്രെസ്സും. ഓക്കെ, ലോക്കൽ ബോണ്ട് സ്ട്രെസ് എന്ന് വെച്ചാൽ ദ ബോണ്ട് സ്ട്രെസ് അറ്റ് എനി പെർട്ടിക്കുലർ പോയിൻറ്റ്, ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ബോണ്ട് സ്ട്രെസ്സിനെയാണ് ലോക്കൽ ബോണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പോയിന്റിലും ഇപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ദ ലോക്കൽ ബോണ്ട് സ്ട്രെസ് ഇസ് ദ ബോണ്ട് സ്ട്രെസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ആൻഡ് ഇറ്റ് വേരീസ് അലോങ് ദി മെമ്പർ. ആ ഒരു മെമ്പറിന് അലോങ് ആയിട്ട് വേരി ചെയ്യും. ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെയാണോ വേരി ചെയ്യുന്നത് അതുപോലെ തന്നെ ലോക്കൽ ബോണ്ട് സ്ട്രെസ്സും വേരി ചെയ്യും. ദെൻ ആവറേജ് വാല്യൂ, അപ്പോൾ ഈ ലോക്കൽ ബോണ്ട് സ്ട്രെസ്സസിൻ്റെ ആവറേജ് വാല്യൂ അലോങ് ആൻ ആൻകറേജ് ലെങ്ത്. നമ്മളിപ്പോൾ ഒരു ആൻകറേജ് ലെങ്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആൻകറേജ് ലെങ്തിന് ആവറേജ് ആയിട്ടുള്ള ബോണ്ട് സ്ട്രെസ്സിൻ്റെ വാല്യൂവിനെയാണ് ആവറേജ് ബോണ്ട് സ്ട്രെസ് എന്ന് പറയുക. സോ നമ്മുടെ കാൽക്കുലേഷനിൽ ഫോർ ഡിസൈൻ കാൽക്കുലേഷൻസ് വി ഓൺലി ടേക്ക് ആവറേജ് ബോണ്ട് സ്ട്രെസ്. ഈ ആവറേജ് ബോണ്ട് സ്ട്രെസ് വാല്യൂ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആവറേജ് ഓർ ആൻകറേജ് ബോണ്ട് സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് കാര്യങ്ങളാണ് മെയിൻലി കൺസിഡർ ചെയ്യുന്നത്. വൺ ഇസ് ദ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് അഡീഷൻ. ഓക്കെ, സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് അഡീഷൻ എന്ന് വെച്ചാൽ ആ രണ്ട് മെറ്റീരിയൽസിൻ്റെയും ബോണ്ട് ദിസ് അഡീഷൻ. ദെൻ കോൺക്രീറ്റ് ഷിയർ സ്ട്രെങ്ത്, കോൺക്രീറ്റിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ ഷിയർ സ്ട്രെങ്തിന് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, then the ribs interlocking with the concrete. അപ്പോൾ ribs എന്ന് വെച്ചാൽ it is nothing but നമുക്ക് ഇപ്പോൾ ഒരു if you are taking a steel bar, ഒരു സ്റ്റീൽ ബാർ എടുക്കുകയാണെങ്കിൽ ആ സ്റ്റീൽ ബാറിൻ്റെ സർഫസ് ഒന്നുകിൽ സ്മൂത്ത് ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ റിബ്സ് അല്ലെങ്കിൽ ഡീഫോർമേഷൻസ് ഉണ്ടാകാം. ഓക്കെ, യു ക്യാൻ സീ ദിസ് ഇൻ കൺസ്ട്രക്ഷൻ സൈറ്റ്. ഇങ്ങനെ റിബ്സ് ഉള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസും അതുപോലെ തന്നെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ബാർസും യു ക്യാൻ സീ. അപ്പോൾ ഈ റിബ്സ് ഉള്ള ബാറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു റിബ്സ് കാരണം അതിന് കുറച്ചും കൂടെ ബോണ്ടിങ് കൂടുതലായിരിക്കും, കോൺക്രീറ്റുമായിട്ടുള്ള ബോണ്ട് കൂടുതലായിരിക്കും. ഓക്കെ, ഇങ്ങനെ റഫ് സർഫസ് അല്ലേ, റിബ്സ് വരുമ്പോൾ തന്നെ ദറ്റ് സർഫസ് വിൽ ബി റഫ്. അപ്പോൾ റഫ് സർഫസ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ഹാവ് എ മോർ ഇൻ്റർലോക്കിംഗ് കപ്പാസിറ്റി. അപ്പോൾ ഇൻ്റർലോക്കിംഗ് ഉണ്ടായിരിക്കും. ദിസ് ഈസ് ഫോർ റിബ്ഡ് റിബ്ഡ് ബാർസിനാണ്. ഓക്കെ, റിബ്ഡ് ബാർസ് അല്ലെങ്കിൽ ഡീഫോംഡ് ബാർസ് എന്നാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ റിബ്സ് ഉള്ള ബാർസിന്. ഓക്കെ, ആൻഡ് ദർ ഡീഫോംഡ് ബാർസ് ഓർ റിബ്ഡ് ബാർസ്. അപ്പോൾ യൂഷ്വലി FE415 FE500 ഒക്കെ ഈ റിബ്ഡ് ബാർസ് ആയിരിക്കും. ആൻഡ് ഇത് മൈൽഡ് സ്റ്റീൽ ബാർസ്, ദറ്റ് ഈസ് FE250 ഒക്കെ ആണെങ്കിൽ
അതായത് സ്മൂത്ത് അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ ബാർസ്. ഓക്കെ, അപ്പോൾ അതിൽ ഇൻ്റർലോക്കിംഗ് വെൻ കമ്പയർഡ് ടു ദ ഡിഫോംഡ് ബാർസ് ദ ഇൻ്റർലോക്കിംഗ് വിൽ ബി ലെസ്. ബോണ്ടിങ് ഇവിടെ കുറവായിരിക്കും. വെറാസ് ഇൻ ഡിഫോം ബാർസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് റിബ്സ് ഓർ ഡിഫോമേഷൻസ് it will be having a strong bond. സോ ഇതാണ്. അപ്പോൾ ഈ ഒരു ആവറേജ് അല്ലെങ്കിൽ ആങ്കറേജ് ബോണ്ട് സ്ട്രെസ് is due to these 3 factors. സോ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതൊരു കോൺക്രീറ്റിൽ സ്റ്റീൽ ബാർ എംബേർഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമുക്കറിയാം സ്റ്റീൽ വിൽ അണ്ടർഗോ ടെൻഷൻ സൈഡിലാണ് നമ്മൾ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് സ്റ്റീൽ വിൽ ടേക്ക് അപ്പ് ദി ടെൻഷൻ. അപ്പോൾ ഇങ്ങനെ ടെൻഷൻ എടുക്കാൻ നേരത്ത് ഇൻ ദ വിസിനിറ്റി ഓഫ് ദി കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ, ഈ ഒരു വിസിനിറ്റിയിൽ വാട്ട് ഹാപ്പൻസ്, ഈ ഒരു ടെൻഷന് ഓപ്പോസിറ്റായിട്ട് ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അതായത് ഈ ഒരു ഏരിയയ്ക്ക്, ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു ഏരിയയ്ക്ക് പാരലായിട്ടാണ് ഈ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏരിയയ്ക്ക് പാരലായിട്ടുള്ള സ്ട്രെസ്സിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഈ ഒരു ടെൻഷന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ വിസിനിറ്റിയിൽ കോൺക്രീറ്റിൻ്റെയും സ്റ്റീലിൻ്റെയും ഈ ഒരു സർഫസ് ഓഫ് കോണ്ടാക്റ്റിൽ വരുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിനെയാണ് നമ്മൾ ബോണ്ട് സ്ട്രെസ് എന്ന് പറയുക. ഓക്കെ, ആവറേജ് ബോണ്ട് സ്ട്രെസ്. അപ്പോൾ ഈ ഒരു ലെങ്ത്തിലേക്ക് ആക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഈ ഓരോ പോയിന്റിലാണെങ്കിൽ ദറ്റ് ഈസ് നോൺ ആസ് ബോണ്ട് സ്ട്രെസ്. ഓക്കെ, അഗെയിൻ ഈ ഒരു ലെങ്ത്തിൽ ആവറേജ് വാല്യൂ ആണെങ്കിൽ ദറ്റ് ഈസ് ആവറേജ് ബോണ്ട് സ്ട്രെസ്, ദറ്റ് ഈസ് ടോ ബി ഡി. ഓക്കെ, ടോ ബി ഡി. സോ ഇതായിരിക്കും ഈ ഒരു കോണ്ടാക്ട് സർഫസ് ആണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെങ്ത്താണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ദിസ് ലെങ്ത് ഇസ് നത്തിങ് ബട്ട് ഡെവലപ്മെൻറ്റ് ലെങ്ത്, LD. ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്നാണ് അതായത് ഈ ഒരു കോണ്ടാക്റ്റിലുള്ള ഈ ഒരു ലെങ്ത്തിന് പറയുക. So the tensile member has to be anchored properly by providing additional length on either side of the point of maximum tension, which is known as development length in tension. അപ്പോൾ ഈ ഒരു പ്രോപ്പർ ആങ്കറേജ് ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബോണ്ട് സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ യൂഷ്വലി ഇങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ ഓക്കെ, മെയിൻ സ്റ്റീൽ ബാർ അല്ലെങ്കിൽ മെയിൻ ടെൻഷൻ ബാർ, സോ ദറ്റ് ഈസ് ടു റെസിസ്റ്റ് ദി ബെൻഡിങ് സ്ട്രെസ്സസ് റെസിസ്റ്റ് ചെയ്യാനായിട്ടാണ് വി ആർ പ്രൊവൈഡിങ് ദ ടെൻഷൻ ബാർ. ഓക്കെ, അപ്പോൾ ഇതിൽ ആങ്കറേജ് അല്ലെങ്കിൽ ബോണ്ട് സ്ട്രെസ് ഡെവലപ്പ് ആകും. സോ ടു ടേക്ക് അപ്പ് ദി ബോണ്ട് സ്ട്രെസ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വി ഹാവ് ടു പ്രൊവൈഡ് എ ഡെവലപ്മെൻറ്റ് ലെങ്ത്. ഓക്കെ, ഇത് മെയിൻലി we are providing this mainly in ഇപ്പോൾ ഇതൊരു കോളം ബീം ഇൻ്റർഫേസിൽ. ഓക്കെ, ഈ ഒരു പോർഷനിൽ ഇപ്പോൾ ബീമിന് നമ്മളിങ്ങനെയാണ്. സോ ഇഫ് വി ആർ ടേക്കിംഗ് ഒരു കാൻഡിലിവർ ബീം എടുക്കുകയാണെങ്കിൽ, സോ ദിസ് ഇസ് ദ കോളം. ഓക്കെ, ഇതാണ് കോളം ആൻഡ് ദിസ് ഇസ് ദ ബീം. അപ്പോൾ ഇങ്ങനെ ഒരു കാൻഡിലിവർ ബീം എടുക്കുകയാണെങ്കിൽ ഈ കാൻഡിലിവർ ബീമിൽ ദ ടെൻഷൻ മേളിലായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കാൻ നേരത്ത് കാൻഡിലിവർ ബീം ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക. ഓക്കെ, അതായത് ഈ ടോപ്പ് പോർഷനിലായിരിക്കും ടെൻഷൻ, ബോട്ടത്തിൽ കംപ്രഷൻ. ഓക്കെ, ആൻഡ് ടെൻഷൻ സൈഡിലായിരിക്കും വിൽ ബി പ്രൊവൈഡിങ് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, സോ ഇങ്ങനെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തു. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തു. എഗെയിൻ സോ ഇവിടെ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഒരു ആവറേജ് ആങ്കറേജ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. സോ ഇതിനെ ടേക്കപ്പ് ചെയ്യാനായിട്ട് എക്സ്റ്റെൻഡ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അതായത് ഈ ഒരു സെയിം ബാർ തന്നെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. സോ ഈ ഒരു ലെങ്തിനെയാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത്.
Okay, so a tensile member has to be anchored properly by providing additional length on either side of the point of maximum tension. So maximum tension act ചെയ്യുന്നതിൻ്റെ either side, അപ്പോൾ cantilever beam ആണെങ്കിൽ one side, okay, and simply supported beam ആണെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യും. സോ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ, എക്സ്ട്രാ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്റ്റെൻഡഡ് ലെങ്തിനെയാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുക. ഓക്കെ, സോ സിമിലർലി ഫോർ കംപ്രഷൻ മെമ്പറിനാണെങ്കിൽ ദർ വിൽ ബി development length for compression. So the deformed bars are known to be superior to smooth due to the presence of ribs. അപ്പോൾ deformed bars ആണ് നമ്മൾ നേരത്തെ ribbed bars and smooth barsനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ deformed barsന് since they are having deformations or ribs, അവരായിരിക്കും കുറച്ചും കൂടെ better performing. Okay, in terms of ഈ ബോണ്ടിങ്ങിൻ്റെ പെർഫോമൻസിൽ കൂടുതൽ പ്രോപ്പർ ബോണ്ടിങ് ഉള്ളത് deformed ബാർസിനായിരിക്കും. സോ ദേ ആർ ഫാർ മോർ സുപ്പീരിയർ ദാൻ ദ സ്മൂത്ത് മൈൽഡ് സ്റ്റീൽ ബാർസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും നമ്മൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അതായത് മൈൽഡ് സ്റ്റീൽ ബാർസിനും ഡിഫോംഡ് ബാർസിനും വെൻ വി ആർ ഈ LD കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, കാരണം മൈൽഡ് സ്റ്റീൽ ബാർസിന് നമ്മൾ ലോക്കൽ സ്ട്രെസ്സിൻ്റെ എഫക്റ്റും കൂടെ എടുക്കും. നമ്മൾ രണ്ട് ടൈപ്പ് സ്ട്രെസ് പറഞ്ഞിരുന്നു, ലോക്കൽ ആൻഡ് ആവറേജ് ബോണ്ട് സ്ട്രെസ്. അപ്പോൾ ഈ മൈൽഡ് സ്റ്റീൽ ബാർസിന് വി വിൽ ഓൾസോ കൺസിഡർ ദി ലോക്കൽ ബോണ്ട് സ്ട്രെസ്, വെറാസ് ഡിഫോംഡ് ബാർസ് കുറച്ചും കൂടെ സുപ്പീരിയർ ആണ്, അതുകൊണ്ട് ലോക്കൽ ബോണ്ട് സ്ട്രെസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇൻ സച്ച് എ കേസ് ഇറ്റ് ഈസ് നീഡഡ് ടു ചെക്ക് ഫോർ ദി സഫിഷ്യൻറ്റ് ഡെവലപ്മെൻറ്റ് ലെങ്ത് only rather than checking both local and development length. അപ്പോൾ ലോക്കലും ഡെവലപ്മെൻറ്റ് ലെങ്ത്തും നമ്മൾ സ്മൂത്ത് മൈൽഡ് സ്റ്റീൽ ബാർസിന് ചെക്ക് ചെയ്യണം. വെറാസ് ഡിഫോംഡ് ബാർസ് കുറച്ചും കൂടെ സുപ്പീരിയർ ആയതുകൊണ്ട് വി നീഡ് ടു ചെക്ക് ഓൺലി ഫോർ ദി LD വാല്യൂ മാത്രം ചെക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, ആൻഡ് ഈ LD വാല്യൂ കിട്ടുന്നത് ദറ്റ് ഈസ് ഫ്രം IS 456 ക്ലോസ് 26.2 ക്ലോസ് 26.2.1 development length of bar. Okay, so LDയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ദറ്റ് ഈസ് 5 എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദി ബാർ, ആൻഡ് സിഗ്മ എസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആണ്. ഓക്കെ, ഡിസൈൻ സ്ട്രെസ്, ആൻഡ് വി ക്യാൻ റൈറ്റ് ദ ഡിസൈൻ സ്ട്രെസ് ആസ് 0.87 FY. ഓക്കെ, 0.87 FY ഡിവൈഡഡ് ബൈ 4 ടോ BD. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? LD is equal to 5 into 0.87 FY divided by 4 tau BD. Okay, so this is the equation for development length. ഇത് deformed ബാർസിൻ്റെ കേസാണ്. ഓക്കെ, again ഇതിൽ ഈ tau BD വാല്യൂ, this tau BD, that is the design bond stress അല്ലെങ്കിൽ ആവറേജ് ബോണ്ട് സ്ട്രെസ്സിനെയാണ് tau BD എന്ന് പറയുക. ആൻഡ് tau BD വാല്യൂ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ടു ദിസ് ക്ലോസ് യു ഹാവ് എ ടേബിൾ 2.26.2.1.1. സോ അതിൽ ഓരോ ഗ്രേഡിനും ഡിഫറെൻറ്റ് ഗ്രേഡ്സിന് tau BD വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ഈ ഒരു ടേബിൾ that is for the plain bar in tension. Okay, so plain barsനും ടെൻഷൻ ഈ ഒരു കണ്ടീഷനിലാണ് ഈ ഒരു ടേബിൾ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിഫോംഡ് ബാർ ആണ് ചോദിക്കുന്നതെങ്കിൽ, ഓക്കെ, ദറ്റ് ഈസ് FE 415 അല്ലെങ്കിൽ 500 ആണ് ചോദിക്കുന്നതെങ്കിൽ, ഫോർ ഡിഫോംഡ് ബാർസ് ദീസ് വാല്യൂസ് ഷാൽ ബി ഇൻക്രീസ്ഡ് ബൈ 60%. ഈ വാല്യൂസ് 60% ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അതായത് M25 ആണ് ഫോർ എക്സാമ്പിൾ, M25 FE 415. സോ അങ്ങനെയാണെങ്കിൽ സോ അത് ഡിഫോംഡ് ബാർസ് ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ 1.4ൻ്റെ കൂടെ ഈ ഒരു വാല്യൂ 60% ഇൻക്രീസ് ചെയ്യണം. അതായത് 1.4ൻ്റെ കൂടെ 1.6 മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അഗെയിൻ M30 ആണെങ്കിൽ 1.5 ഇൻറ്റു 1.6, M35 ആണെങ്കിൽ 1.7 ഇൻറ്റു 1.6. ഓക്കെ, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, ബിക്കോസ് 60% ഇൻക്രീസ് ഉണ്ട്. അഗെയിൻ ഫോർ ബാർ ഇൻ കംപ്രഷൻ, ഇതിപ്പോൾ ടെൻഷൻ്റെ കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. ഫോർ ബാർ ഇൻ കംപ്രഷൻ,
കംപ്രഷനിലുള്ള ബാർ ആണെങ്കിൽ 25% ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദറ്റ് ഈസ് 1.2 ഇൻറ്റു 1.25 അല്ലെങ്കിൽ 1.4 ഇൻറ്റു 1.25. അപ്പോൾ ഈ ഒരു കേസിൽ 1.6ഉം ഇവിടെ 1.25. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത്. അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് LD കാൽക്കുലേറ്റ് ചെയ്തിട്ട്, സോ ദിസ് LD വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു m1/v പ്ലസ് L0. ഓക്കെ, ഇതാണ് ചെക്ക്. ഈ ചെക്ക് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ വി ക്യാൻ say that this much development length is to be provided. ഇതിൽ m1 എന്ന് വെച്ചാൽ the moment of resistance and v is the shear force. V is the shear force and L0 is the end anchorage. End anchorageനെയാണ് നമ്മൾ L0 എന്ന് പറയുക. ഓക്കെ, അതായത് ഈ L0 നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് that is already included. ഇപ്പോൾ ഇതാണ് LD എങ്കിൽ this L0 is already included in LD. LDയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോർഷനാണ് എൻഡ് ആങ്കറേജ് ലെങ്ത്. ഓക്കെ, സോ നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ LD കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ LDയിൽ തന്നെ ഉണ്ടാകും ആങ്കറേജിന്, എൻഡ് ആങ്കറേജിനുള്ള വാല്യൂ. ഓക്കെ, so that is L0, that is the sum of the anchorage beyond the center of support and equivalent anchorage value of any hook or mechanical anchorage at the simple support. അപ്പോൾ ആ എൻഡ് പോർഷനിൽ കൊടുക്കേണ്ട ആങ്കറേജ് ആണ് L0. ഓക്കെ, ദെൻ സോ ഇതിൽ നമ്മൾ എപ്പോഴും ഫോർ ദ കംപ്രസീവ് റിയാക്ഷൻ, അതായത് ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ കോളം വെച്ചിട്ടായിരിക്കും രണ്ട് സൈഡിലും കണക്ട് ചെയ്യുക. സോ മോസ്റ്റ് കേസസിൽ ദർ വിൽ ബി എ കംപ്രസീവ് റിയാക്ഷൻ, ആൻഡ് സോ ഫോർ ദാറ്റ് വി നീഡ് ടു അഡീഷണലി ഇൻക്രീസ് ഇറ്റ് ബൈ 30%. ഈ m1/v എന്നുള്ള വാല്യൂ 30% ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് മീൻസ് LD should be less than or equal to 1.3 m1/v plus L0. ഇങ്ങനെയായിരിക്കും വരിക, ബിക്കോസ് ഈ 1.3 m1/vയിലേക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ദറ്റ് ഈസ് ഡ്യൂ ടു ദ കംപ്രസീവ് റിയാക്ഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു കാൻറ്റിലിവർ ബീം എടുത്തു കഴിഞ്ഞാലും ദർ വിൽ ബി ദിസ് കോളം. ഓക്കെ, അപ്പോൾ ഈ ഒരു കംപ്രസീവ് റിയാക്ഷൻ അക്കൗണ്ട് ചെയ്യാനായിട്ട് we have to increase m1/v by 30%. So we check for development length that is given in clause 26.2.3.3. you can see, okay, at simple support and at points of inflection, positive moment tension reinforcement shall be limited to a diameter and LD computed. So this LD that should not exceed, okay, LD value ഇതിലേക്കാണ് കൂടരുത്. that means it should be less than or equal to m1/v plus L0. ഈ ടേംസ് എല്ലാം we have already explained. next is end anchorage. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ end anchorage എന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ടെൻഷനിലായാലും കംപ്രഷനിലായാലും it will be extended, കുറച്ചും കൂടെ എക്സ്റ്റൻഷൻ പ്രൊവൈഡ് ചെയ്യും. that is known as end anchorage. ആ എൻഡ് പോർഷനിലായിട്ടുള്ള പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്റ്റൻഷനെയാണ് എൻഡ് ആങ്കറേജ് എന്ന് പറയുന്നത്, ആൻഡ് ഇറ്റ് ഈസ് ഓൾറെഡി ഇൻക്ലൂഡഡ് ഇൻ LD. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദിസ് ലെങ്ത് എക്സ്റ്റെൻഡഡ് വിൽ ബി ഈക്വൽ ടു എഫക്റ്റീവ് ഡെപ്ത് ഓർ 12 times ഡയമീറ്റർ. ഓക്കെ, ഒന്നെങ്കിൽ ഇതിൻ്റെ വാല്യൂ എഫക്റ്റീവ് ഡെപ്തിൻ്റെ വാല്യൂ തന്നെയായിരിക്കും, അല്ലെങ്കിൽ 12 times ദ ഡയമീറ്റർ. ഇതിൽ ഏതാണോ ഗ്രേറ്റർ വാല്യൂ, സോ ദാറ്റ് വിൽ ബി ദ എൻഡ് ആങ്കറേജ് ലെങ്ത്. and this length is called the anchorage length LA. okay, LA അല്ലെങ്കിൽ L0, both are right. so ഈ ആങ്കറേജിൻ്റെ കാര്യങ്ങൾ 26.2.2ലാണ് പറയുന്നത്. ഓക്കെ, സോ ഡീഫോംഡ് ബാർസിൽ ഓൾറെഡി ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൽ തന്നെ ഈ ഒരു ആങ്കറേജിൻ്റെ കാര്യം സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. സോ വി നീഡ് നോട്ട് ഫൈൻഡ് ഇറ്റ് സെപ്പറേറ്റ്ലി. ഓക്കെ, ആൻഡ് ഇവിടെ ബെൻഡ് ആൻഡ് ഹുക്സ്. സോ ഹുക്സ് ആൻഡ് ബെൻഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ദിസ് ഇസ് നോൺ ആസ് ദ ബെൻഡ്. ആൻഡ് ഹുക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിറപ്പിൽ, ഇഫ് യു ആർ സീയിങ് എ സ്റ്റിറപ്പ്, യു ക്യാൻ സീ ഈ ഒരു
കോർണർ പോർഷനിൽ ഇങ്ങനെ ഹുക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതായത് ഇങ്ങനെയായിരിക്കും സ്റ്റിറപ്സ് ഫോം ചെയ്യുക. സോ ഈ ഒരു പോർഷനെയാണ് ഹുക്ക് എന്ന് പറയുക. സോ ആ ഹുക്കിലും എത്രയായിരിക്കണം വാല്യൂ, ആങ്കറേജ് വാല്യൂ എന്നും അതുപോലെ ബെൻഡിൻ്റെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, then anchorage bars in compression. So compressionലായാലും we are taking up ഈ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൽ തന്നെ anchorage length included ആണ്. സോ നെക്സ്റ്റ് ഇസ് curtailment of reinforcement. നമ്മൾ ഇതുവരെ പഠിച്ചത് ബോണ്ട് എന്താണെന്ന് പഠിച്ചു. ദെൻ ഫോർ resisting that bond stress we are extending the length, that is known as development length, and end anchorages extend ചെയ്യും, that is known as anchorage length. ഈ anchorage length സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ഇൻക്ലൂഡഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ലെങ്ത് ഇറ്റ് സെൽഫ്. ഇനി അടുത്തൊരു പോർഷനാണ് curtailment of reinforcement. ഓക്കെ, സോ curtailment ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ കട്ടിങ് ഡൗൺ, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക. നമ്മളിങ്ങനെ ഒരു സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ലെങ്ത്ത്, ഈ എടുത്ത ലെങ്ത്ത് അത് കുറച്ച് എക്കണോമിക്കൽ ആക്കാനായിട്ട്, ഓക്കെ, സോ curtailment മീൻസ് ഇറ്റ് ഈസ് ഫോർ ദി എക്കണോമിക്കൽ ഡിസൈൻ. സോ എക്കണോമിക്കൽ ആക്കാൻ വേണ്ടി വി വിൽ റെഡ്യൂസ് ദി ലെങ്ത്. ഈ ഒരു ലെങ്ത്ത്, റീഇൻഫോഴ്സ്മെൻറ്റ് ലെങ്ത്ത് റെഡ്യൂസ് ചെയ്യും, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് curtailment. ഓക്കെ, സോ ഈ curtailment ചെയ്യുന്നത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ബെൻഡിങ് മൊമെൻറ്റ്. ഇപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ ആക്ച്വലി ബെൻഡിങ് മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യാനായിട്ടാണ് വി ആർ പ്രൊവൈഡിങ് ദ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, സോ ബെൻഡിങ് മൊമെൻറ്റ് എവിടെയാണോ മാക്സിമം ആൻഡ് എവിടെയാണോ മിനിമം, സോ മിനിമം ഉള്ളിടത്ത് വി ക്യാൻ കട്ട് ഓഫ്, നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ കട്ട് ചെയ്യാം. ഓക്കെ, സോ ഇഫ് യു ആർ ടേക്കിംഗ് ഒരു കണ്ടിന്യൂസ് ബീം എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, സോ ഇഫ് യു ആർ ടേക്കിംഗ് എ കണ്ടിന്യൂസ് ബീം, ഈ കണ്ടിന്യൂസ് ബീമിൽ ഇങ്ങനെയായിരിക്കും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഓക്കെ, അതായത് ഈ സപ്പോർട്ടിൽ ഇറ്റ് വിൽ ഹാവ് എ ഹോഗിങ് മൊമെൻറ്റ് ആൻഡ് ഇവിടെ സാഗിങ് മൊമെൻറ്റ്. ഓക്കെ, മിഡ് സ്പാനിൽ സാഗിങ് മൊമെൻറ്റും ഈ ഒരു എൻഡ് പോർഷനിൽ ഹോഗിങ് മൊമെൻറ്റും ആയിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ പോസിറ്റീവ് ആൻഡ് ഇവിടെ നെഗറ്റീവ് വാല്യൂസ്. ഓക്കെ, സോ നമ്മൾ എവിടെയാണോ ബെൻഡിങ് മൊമെൻറ്റ് ക്രിട്ടിക്കലായിട്ടുള്ളത്, സോ ആ ക്രിട്ടിക്കൽ സോൺസിൽ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ curtailment എന്ന് പറയുക. ഓക്കെ, സോ ഇവിടെ ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു സാഗിങ് മൊമെൻറ്റ് അക്കൗണ്ട് ചെയ്യാനായിട്ട് ഈ ഒരു പോർഷനിലും, സോ ഈ സാഗിങ് മൊമെൻറ്റ് ഈ ഒരു പോർഷനിലൊക്കെ ഇറ്റ് ഈസ് മിനിമം. ഓക്കെ, സോ നമ്മൾ ഇവിടം വരെ കൊടുക്കുന്നുള്ളൂ. ദെൻ ഈ ഒരു ഹോക്കിംഗ് മൊമെൻറ്റ് അക്കൗണ്ട് ചെയ്യാനായിട്ട് ഈ ടോപ്പിലും. ഓക്കെ, അല്ലാതെ കംപ്ലീറ്റ്ലി യൂഷ്വലി ഹൗ വി ആർ പ്രൊവൈഡിങ്, നമ്മൾ യൂഷ്വലി റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് സാഗിങ് മൊമെൻറ്റും ഹോഗിങ് മൊമെൻറ്റും അക്കൗണ്ട് ചെയ്യാൻ ടോപ്പിലും ബോട്ടത്തിലും പ്രൊവൈഡ് ചെയ്യും. പക്ഷേ curtailment ചെയ്യുക എന്ന് വെച്ചാൽ വി ആർ റെഡ്യൂസിങ് ദ ലെങ്ത് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസ് ആസ് പെർ ദി ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെയാണോ അതുപോലെ. ഓക്കെ, സോ നമുക്ക് എവിടെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇവിടെയാണ് ഹോഗിങ് മൊമെൻ്റ് ഉള്ളത്, സോ അവിടെ മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി. ആൻഡ് ഇവിടെയാണ് സാഗിങ് മൊമെൻ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ റിമൈനിങ് ഈ ഒരു പോർഷൻ കട്ട് ചെയ്യും, ഈ ഒരു പോർഷനും കട്ട് ചെയ്യും. സോ ഈ ഒരു കട്ട് ഓഫ് ചെയ്ത പോർഷനെയാണ് ദിസ് ഇസ് നോൺ ആസ് curtailment. അപ്പോൾ ഈ curtailment ഇറ്റ് ഈസ് ഹാവിങ് ഡിഫറെൻറ്റ് കണ്ടീഷൻ. നമുക്കിപ്പോൾ എല്ലാ കേസിലും curtailment ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ curtailment ഹാസ് ഗോട്ട് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് വിച്ച് ഈസ് ഗിവൺ ഇൻ ക്ലോസ് 26.2.3. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അതായത് curtailment ഏതൊക്കെ കേസസിലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്ന്. സോ ഇതിൽ 4 കേസസ് ഉണ്ട്, വിൽ സീ ദാറ്റ്. അപ്പോൾ അതിനു മുമ്പ് എന്താ curtailment എന്ന് നോക്കാം. സോ curtailment mean the fact of resisting something or reducing and limiting the use of a rebar. ഓക്കെ, അപ്പോൾ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക, അതിനെയാണ് curtailment എന്ന് പറയുക. The reinforcement are curtailed along its length in beam and that is dependent on what? The bending moment. Bending moment വെച്ചിട്ടാണ് നമ്മൾ curtail ചെയ്യുന്നത്. And the purpose is to economize. Okay, അതായത് എക്കണോമിക്കൽ ഡിസൈനിന് വേണ്ടിയിട്ടാണ് we are doing this curtailment. So for economical design
the tensile bars are curtailed at section beyond which it is no longer required to resist flexure. അപ്പോൾ ഫ്ലെക്ഷറിൻ്റെ അതായത് ഫ്ലെക്ഷർ റെസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സ്ഥലത്താണ് നമ്മൾ കേർട്ടെയിൽ ചെയ്യുന്നത്. ഓക്കെ, and given that the remaining reinforcement will be able to resist the bending moment. So we are assuming that if we cut up that portion, okay, അതായത് bending momentൻ്റെ ആ ഒരു പ്രോമിനൻസ് ഇല്ലാത്ത പ്ലേസിൽ we will cut out, and ഈ ഒരു കട്ടൗട്ട് ചെയ്താലും the remaining portion will take up the flexure. ഇങ്ങനെ ഒരു അസംഷനിലാണ് we are providing the curtailment. Okay, and so the remaining reinforcement will be able to resist bending and shear. So curtailment ചോദിച്ചു കഴിഞ്ഞാൽ you have to draw this figure and write what is curtailment and why is it provided to economic and at the same time safety. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് curtailment ചെയ്യുക. And as per the code, so we cannot എല്ലായിടവും നമുക്ക് curtail ചെയ്യാൻ പറ്റില്ല. So as per the code, for curtailment, the reinforcement shall extend beyond a point at which it is no longer required to resist flexure for a distance equal to the effective depth or 12 times bar diameter. Okay, അതായത് നമ്മൾ ആങ്കറേജ് ലെങ്ത്, ഈ എഫക്റ്റീവ് ഡെപ്ത് അല്ലെങ്കിൽ 12 times ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഈസ് ദ എൻഡ് ആങ്കറേജ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻഡ് ആങ്കറേജ് ലെങ്ത്തിൻ്റെ ആവശ്യമില്ലാത്ത പ്ലേസസിലാണ് നമ്മൾ കേർട്ടെയിൽമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതാകുമ്പോൾ ഈ എൻഡ് ആങ്കറേജിൻ്റെ ആവശ്യമില്ലെങ്കിൽ we can reduce that. Okay, so one is that അതായത് for curtailment, reinforcement shall extend beyond the point at which there is no longer required for this length. ഈ ഒരു ലെങ്ത്, അതായത് ഈ ഒരു എൻഡ് ആങ്കറേജ് ലെങ്ത്തിൻ്റെ റിക്വയർമെൻറ്റ് ഇല്ലാത്ത പ്ലേസസിൽ we can curtail. Curtail means what? We can cut off. Okay, then the other cases are ഇപ്പോൾ ഫ്ലെക്ഷറൽ റീഇൻഫോഴ്സ്മെൻറ്റ് ടെൻഷൻസ് ഓൺലി പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂഷ്വലി വി ഡു നോട്ട് കോംപ്രമൈസ്, ഈ ഒരു സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് കോംപ്രമൈസ് ചെയ്യാറില്ല. പക്ഷേ അണ്ടർ ദീസ് കണ്ടീഷൻ വി ക്യാൻ കേർട്ടൈൽ. സോ അതിലെ ഫസ്റ്റ് കണ്ടീഷനാണ് ഷിയർ. ഓക്കെ, അതായത് നമ്മൾ എവിടെയാണോ കട്ട് ഓഫ് ചെയ്യുന്നത് ആ പോയിന്റിലെ ഷിയർ എന്ന് വെച്ചാൽ ദാറ്റ് ഷാൽ നോട്ട് എക്സീഡ് 2/3 ഓഫ് ദ പെർമിറ്റഡ് അലവബിൾ ഷിയർ സ്ട്രെസ്. ഓക്കെ, സോ 2/3 കൂടാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ഒരു പോയിന്റ് വെച്ച് കേർട്ടൈൽ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റ് വെച്ച് കേർട്ടൈൽ ചെയ്യാമെന്ന് വിചാരിക്കുക. സോ ഈ ഒരു പോയിന്റിലെ ഷിയർ ഷുഡ് നോട്ട് എക്സീഡ് 2/3 ഓഫ് ദി പെർമിറ്റഡ് സ്ട്രെസ്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്സസ് സ്റ്റിറപ്പ് ഏരിയ. സപ്പോസ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ സ്റ്റിറപ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സ്റ്റിറപ്സ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ കട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, ഇവിടെയുള്ള ഈ സ്റ്റിറപ്സും റിമൂവ് ആയി പോകും എന്നാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റിറപ്പ് റിമൂവ് ആകാൻ, ഓക്കെ, സോ ഈ സ്റ്റിറപ്പ് പോകാൻ നേരത്ത് വെൻ വി ആർ റിമൂവിങ് ദി സ്റ്റിറപ്പ് വാട്ട് ഹാപ്പൻസ്, ദാറ്റ് ഇൻ ടേൺ വിൽ എഫക്ട് ദി ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി RC beam. RC ബീമിൻ്റെ ഷിയർ സ്ട്രെങ്തിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓക്കെ, ഈവൺ അതായത് ഇവിടെ ഒരു സ്റ്റിറപ്പ് ഏരിയ, അതായത് ഒരു മിനിമം സ്റ്റിറപ്പ് ഏരിയയുടെ വാല്യൂ ഉണ്ടായിരിക്കണം. അതായത് ഈ ഒരു സ്റ്റിറപ്സ് നമ്മൾ എടുത്ത് മാറ്റിയാലും ഇവിടെ പ്രശ്നം ഇല്ല എന്നൊരു ക്രൈറ്റീരിയ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ we can provide curtailment there. Okay, so the stirrup area in excess of that required is provided along the terminated bar and okay at a cutoff point equal to 3/4 the effective depth. And ഈ ഒരു പോർഷനിൽ the excess അവിടെ എക്സസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ we can remove that. Okay, so അതാണ് സെക്കൻഡ് ക്രൈറ്റീരിയ, that is the stirrup area. And third criteria is 36 mm ബാർ, അല്ലെങ്കിൽ അതിൽ ചെറിയ ഡയമീറ്റർ ഉള്ള ബാറാണെങ്കിൽ അവിടെ കണ്ടിന്യൂയിങ് പ്രൊവൈഡ്സ് ഡബിൾ ദി ഏരിയ റിക്വയർഡ് ഫോർ ഫ്ലെക്ഷർ. അപ്പോൾ നമ്മളിങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ചാൽ ദറ്റ് ഈസ് വാട്ട്, അവിടെ 2 times ആണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഈ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടിന്യൂ ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ എന്ന് വെച്ചാൽ if that is 2 times the if it can resist the flexure twice, അപ്പോൾ ആ ഒരു കേസിൽ അല്ലെങ്കിൽ ഷിയറിന് 3-4 times റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലാണ്
we can remove this portion. Okay, so ഇങ്ങനെയാണ് curtailment-ന്റെ ഈ ഓരോ കണ്ടീഷൻസ്. അപ്പോൾ we cannot provide curtailment at everywhere. We have to satisfy these conditions. Okay.